നമുക്ക് ഈ ലെക്ചറിൽ സ്ട്രിംഗ് എന്താണെന്ന് കാണാം. സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് വിത്തിൻ സിംഗിൾ ഓർ ഡബിൾ കോഡ്സ്. ഒരു എക്സാമ്പിൾ നോക്കാം. എസ് ഈക്വൽ ടു ഡബിൾ കോഡ്സ് സെയിലർ. പ്രിന്റ് എസ്, സെയിലർ പ്രിന്റായി. ടൈപ്പ് ഓഫ് എസ് നമ്മൾ നോക്കുവാണ്, അത് സ്ട്രിംഗ് ആണ്, അതുകൊണ്ട് str എന്ന് കണ്ടു. പ്രിന്റ് ln ഓഫ് എസ്. ln ഓഫ് എസ് എന്ന് പറയുമ്പോൾ സ്ട്രിങ്ങിന്റെ ലെങ്ത് എത്രയാണെന്ന് പറഞ്ഞു തരും. ഇവിടെ എത്രയാ? 1 2 3 4 5 6. ln ഓഫ് എസ് 6 ആണ്. ഇനി നമുക്ക് സ്ട്രിങ്ങിലെ ഓരോ ക്യാരക്ടറിനെ ആക്സസ് ചെയ്യണം. ഇവിടെ സ്ട്രിങ്ങിന്റെ ഇൻഡെക്സ് 0 തൊട്ട് 5 വരെ ആയിരിക്കും. ലെങ്ത് 6 ആണെങ്കിൽ ഇൻഡെക്സ് എത്ര തൊട്ട് എത്ര വരെ ആയിരിക്കും? 0 തൊട്ട് 5 വരെ. അന്നേരം എസ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും പ്രിന്റ് ആവുക? എസ് എന്ന് പറഞ്ഞാൽ ഈ ആൽഫബറ്റ് പ്രിന്റ് ആവും. എസ് ഓഫ് 5. എസ് ഓഫ് 5 എന്ന് പറഞ്ഞാൽ 0 1 2 3 4 5 ആയിരിക്കും പ്രിന്റ് ആവുക. എസ് ഓഫ് 6. ഇവിടെ എസ് ഓഫ് 6 ഉണ്ടോ? ഇല്ല, അതുകൊണ്ട് എറർ ആയിരിക്കും. സ്ട്രിംഗ് ഇൻഡെക്സ് ഔട്ട് ഓഫ് റേഞ്ച് എറർ. നമുക്ക് ഈ ഒ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ മാറ്റിയിട്ട് ഇ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആക്കണം. അത് എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യാൻ നോക്കുക? എസ് ഓഫ് 0 1 2 3 4. എസ് ഓഫ് 4 ഈക്വൽ ടു ഇ. അപ്പം നമുക്ക് എററാ കിട്ടുന്നത്. അതിന്റെ അർത്ഥം സ്ട്രിങ്ങിൽ അങ്ങനെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ടായിരിക്കും? സപ്പോസ് നിങ്ങൾ ഒരു പുതിയ സ്ട്രിങ് ഡിഫൈൻ ചെയ്തെന്ന് വെച്ചോ, ഡി ഈക്വൽ ടു സെയിലർ. ഇവിടെയും സെയിലർ ആണ്, ഇവിടെയും സെയിലർ ആണ്. എസിന്റെ വാല്യൂ സെയിലർ ആണ്, ഡിയുടെ വാല്യൂ സെയിലർ ആണ്. പ്രിന്റ് ഐ ഡി ഓഫ് എസ്. ഐ ഡി ഓഫ് എസ് നമുക്ക് ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട്. ഇത് മെമ്മറി അഡ്രസ്സിനെയാ സിഗ്നിഫൈ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഈ ഐ ഡി ഓഫ് ഡി. ഇവിടെ നോക്കിയാൽ കാണാം എസിന്റെയും ഡിയുടെയും മെമ്മറി അഡ്രസ്സ് സെയിം ആണ്. എന്ന് വെച്ചാൽ ഡിയിലെ ഒരു ക്യാരക്ടർ നമ്മൾ മാറ്റിയാൽ എസിലെ ക്യാരക്ടറും മാറും. ആ ഒരു പ്രോബ്ലത്തെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് പൈത്തൺ സ്ട്രിങ്ങിന് ഇങ്ങനെ ക്യാരക്ടേഴ്സിനെ ചേഞ്ച് ചെയ്യുന്ന ആ ഫീച്ചർ കൊടുക്കാണ്ടിരുന്നത്. എസ് ഈക്വൽ ടു സിംഗിൾ കോഡിലും നമുക്ക് സ്ട്രിങ്ങിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. മുകളിൽ നമ്മൾ ഡബിൾ കോഡിലാണ് ഡിഫൈൻ ചെയ്തത്, ഇവിടെ സിംഗിൾ കോഡിലും പറ്റും. എസ് ഈക്വൽ ടു വെൽക്കം ടു ആൽഗോ സെയിൽ. പ്രിന്റ് എസ്. നമുക്ക് സിംഗിൾ കോഡിലും സ്ട്രിങ്ങിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇവിടെ പ്രിന്റ് എസ് ചെയ്തപ്പോൾ വെൽക്കം ടു ആൽഗോ സെയിൽ. പ്രിന്റ് ടൈപ്പ് ഓഫ് എസ് ചെയ്തപ്പോൾ സ്ട്രിംഗ് എന്ന് നമുക്ക് കിട്ടി. കമ്മിങ് ടു മൾട്ടിലൈൻ സ്ട്രിംഗ്. മൾട്ടിലൈൻ സ്ട്രിങ്ങിന്റെ പ്രത്യേകത നമ്മൾ കൊടുക്കുന്ന ആ രീതിയിൽ തന്നെ സ്ട്രിങ് പ്രിന്റ് ആവും. മൾട്ടിലൈൻ സ്ട്രിങ് നമ്മൾ ഒന്നുകിൽ 3 സിംഗിൾ കോഡിൽ അല്ലെ 3 ഡബിൾ കോഡിലായിരിക്കും ഡിഫൈൻ ചെയ്യുക. നമ്മൾ ഇവിടെ വെൽക്കം എന്ന് ടൈപ്പ് ചെയ്തു, അത് കഴിഞ്ഞ് എൻ്റർ പ്രസ് ചെയ്തു. അന്നേരം മൾട്ടിലൈൻ സ്ട്രിങ് നമ്മൾ കൊടുക്കുന്ന ആ രീതിയിൽ തന്നെ ആയിരിക്കും പ്രിന്റ് ആവുക. ഒന്നുകിൽ 3 സിംഗിൾ കോട്ട് ഉപയോഗിച്ച് അല്ലെ 3 ഡബിൾ കോട്ട് ഉപയോഗിച്ച് മൾട്ടിലൈൻ സ്ട്രിങ്ങിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എസ് ഈക്വൽ ടു 3 സിംഗിൾ കോഡിൽ വെൽക്കം, അത് കഴിഞ്ഞ് അടുത്ത ലൈനിൽ 2, അത് കഴിഞ്ഞ് അടുത്ത ലൈനിൽ ആൽഗോ സെയിൽ. പ്രിന്റ് എസ്. നമുക്ക് വെൽക്കം ടു ആൽഗോ സെയിൽ, അത് 3 ലൈനിലാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് ഡബിൾ കോഡിൽ ഒന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം. ഡബിൾ കോഡിലും നമുക്ക് 3 ലൈനിലാണ് കിട്ടിയത്. ഈ 2 രീതിയിലും നമുക്ക് മൾട്ടിലൈൻ സ്ട്രിങ്സിനെ ഡിഫൈൻ ചെയ്യാം. ഞാനാണെങ്കിൽ പ്രിന്റ് എസ് ഓഫ് 7 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എം ഡി ആയിട്ടായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുക. കാരണം ഇവിടെ 0 1 2 3 4 5 6 കഴിഞ്ഞാൽ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂ ലൈൻ ക്യാരക്ടർ ആണ്. അതുകൊണ്ട് ഇവിടെ എം ഡി കിട്ടുവാണ്. അതായത് അടുത്ത ലൈനിലോട്ട് പോകാൻ പറയാണ്. അതുകൊണ്ടാണ് ഇവിടെ എം ഡി കിട്ടുന്നത്. പ്രിന്റ് എസ് ഓഫ് 8. എസ് ഓഫ് 8 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ ന്യൂ ലൈൻ ക്യാരക്ടർ ആണ്, അടുത്ത ലൈനിലോട്ട് പോകാൻ പറയാണ്. അത് കഴിഞ്ഞാൽ എസ് ഓഫ് 8 എന്ന് പറഞ്ഞാൽ ടി എന്ന് പ്രിന്റ് ആവും. പ്രിന്റ് എസ് ഓഫ് 10. എസ് ഓഫ് 10 എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും ഒരു ന്യൂ ലൈൻ ക്യാരക്ടർ ആണ്, അടുത്ത ലൈനിലോട്ട് പോകാൻ നമ്മൾ പറയാണ്. അതുകൊണ്ടാണ് ഇവിടെ എം ഡി നമുക്ക് റെസ്പോൺസ് ആയിട്ട് കിട്ടുന്നത്. പ്രിന്റ് എസ് ഓഫ് 11. 11 എന്താണ്? എ എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടർ.